लेकर परेशानी को लेकर मैं यहाँ पर आया हूँ। अपने परेशानी को, बीमारी के परेशानी को लेकर मैं यहाँ पर आया हूँ। कर्जों की परेशानी को लेकर मैं वली की बारगाह में पहुँचा हूँ, या कोई और मसाइल की वजह से मैं यहाँ पर परेशान हूँ पहुँचा हूँ। बल्कि जितनों से भी कहेंगे सबका एक ही जवाब होगा कि हम अल्लाह की रजा के लिए यहाँ पे पहुँचे हैं। ബഹുമാനികളെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരെ എടുത്തു നോക്കിയാലും പലരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം, മക്കളുടെ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം, ബിസിനസ്സിലും മറ്റുമുള്ള വിഷമങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം, ജീവിതത്തിന്റെ മേഖലയിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം. പക്ഷേ ഇവരോടൊക്കെ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന് പരിഹാരമായിട്ടാണോ നിങ്ങൾ ഇവിടെ വലിയന്റെ അടുക്കലേക്ക് വന്നത്? നിങ്ങളുടെ മക്കളുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണോ ഇവിടെ വന്നത്? നിങ്ങളുടെ സമ്പത്തിൽ ഉള്ള തകരാറുകളെ അകറ്റാൻ അതിന്റെ പരിഹാരത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇവിടെ വന്നത് എന്ന് ആരോട് ചോദിച്ചാലും ഒരേ മറുപടിയെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഈ ഒരു വിഷയത്തിന്റെ പരിഹാരത്തിനുമല്ല വന്നത്. ഞങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനല്ല ഞങ്ങൾ ഈ വലിയന്റെ അടുക്കൽ വന്നത്. മറിച്ച് അള്ളാഹുവിന്റെ സംതൃപ്തി പ്രാപിക്കുക എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഹദറത്ത് വരെ എത്തിയിട്ടുള്ളത്. जरा गौर करे, यहाँ पर एक नहीं, दो नहीं, हजारों लोग हजारों किलोमीटर से आए हैं। कोई 1000 किलोमीटर से आया है तो कोई 4-4, 5-5, 8-8 हजार किलोमीटर दूरी से आ रहा है। हर कोई, हर किसी के पास परेशानियां हैं, सब कुछ है, लेकिन यहाँ पर जब पहुँचता है, जब पहुँचा है, जब उससे पूछा जाए, बीमारी है, कर्ज है, हर चीज है, मसाइल में गिरा हुआ हूँ, लेकिन मैं यहाँ पर आया हूँ तो ये मसाइल को लेकर नहीं आया, बल्कि सिर्फ तालिबे मौला बन के आया हूँ। तालिबे मौला में बन के आया हूँ। बुजुर्गों, ये महफिल आज बर्रे आजम में, आज फी जमाने में अगर हम देखेंगे तो ऐसी महफिल आपको कहीं नजर नहीं आएगी। आज औलिया की बारगाहों में जाते हैं मन्नतें मुरादे मांगने के लिए, हर कोई नाड़े तावीज बांधने के लिए जाता है, लेकिन यहाँ पर जो भी आ रहा है एक ही मकसद है कि पीर आरिफ पी नूरी की नजर में आ जाऊं, अल्लाह का महबूब बन जाऊं। ബഹുമാനികളെ, ഇവിടെ ഈ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ, ഇവര് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ് നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 1000 കിലോമീറ്റർ അകലെ നിന്ന് വന്നവരുമുണ്ട്, 4000 കിലോമീറ്റർ അപ്പുറത്ത് വന്നവരുമുണ്ട്, 6000, 8000 കിലോമീറ്റർ അപ്പുറത്ത് വന്നവരുമുണ്ട്. ഇവർക്കൊക്കെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുമുണ്ട്. അവർക്ക് രോഗസംബന്ധമായ പ്രശ്നമുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, സന്താനങ്ങൾ സംബന്ധമായ പ്രശ്നമുണ്ട്, ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും പരിഹാരമായിട്ടല്ല ഇത്രയും കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ആരോട് ചോദിച്ചാലും അവരെന്തേ പറയുള്ളൂ, ഞങ്ങൾ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരത്തിന് വന്നതല്ല, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മൗലയായ റബ്ബിന്റെ തലബിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത് എന്ന്. ഇങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ആയിരക്കണക്കിന് ആളുകള് മൗലയായ റബ്ബിന്റെ അന്വേഷണത്തിൽ മാത്രമായി ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ് ലോകത്തിന്റെ ഏത് മൂലയിൽ നിങ്ങൾ അന്വേഷിച്ചാലും ഇന്ന് കാണാൻ സാധ്യമാവുകയില്ല. അങ്ങനത്തെ ഒരു സദസ്സിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എത്തിച്ചിട്ടുള്ളത്. ഇഖ്ലാസ് അതാ ഫർമാ, ഇഖ്ലാസ് में तेरी रज़ा शामिल है।